നമസ്കാരം ഗൈസ്, ഞാൻ പ്രതീഷ് മഞ്ചേരി. ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലാണ്, പുതുക്കോട്ടை ജില്ലയിലാണ് ഗൈസ് നമ്മളുള്ളത്. ഇവിടെ ഗൈസ് വളരെ പുരാതനമായിട്ടുള്ളൊരു കോട്ടയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ ഒരു കോട്ടയുടെ പേരെന്ന് വെച്ചാൽ തിരുമയം കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് തമിഴ്നാട്ടിലെ പുതുക്കോട്ടை ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1687 ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ഒരു ഭരണാധികാരിയായിരുന്ന വിജയ രഘുനാഥ സേതുപതി എന്ന രാജാവാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഗൈസ്, ഈ ഒരു കോട്ട കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, വലിയ വലിയ പാറകൾ കെട്ടിക്കൊണ്ടാണ് ഗൈസ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് താഴെ മുതൽ വലിയൊരു പാറയുടെ മുകളിൽ വലിയ വലിയ കരിങ്കല്ലുകൾ കെട്ടിവെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ്, ഇപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു പീരങ്കി കാണാൻ പറ്റും. ചെറിയൊരു പീരങ്കിയാണ്. അപ്പോൾ നമ്മളൊക്കെ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് പീരങ്കി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പീരങ്കി കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ വലിയ വലിയ പടിക്കെട്ടുകളുണ്ട്. ഈ പടിക്കെട്ടുകളും തന്നെ ഈ പാറയിൽ വൃത്തിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ പടിക്കെട്ടുകൾ കയറി, കുത്തനെയുള്ള പാറക്കെട്ടാണ് ഗൈസ്. ഇങ്ങനെ കുത്തനെയുള്ള പാറക്കെട്ട് കയറി നമുക്ക് ഈ ഒരു കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിച്ച് ഇങ്ങനെ വലിയൊരു പാറ, ഒരുപാട് പാറകൾ ഗൈസ്, വലിയ വലിയ പാറകൾ അങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന രീതിയിലാണ് ഈ പാറകളെല്ലാം അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നാം, പക്ഷേ എങ്കിലും വലിയ വലിയ പാറകളാണത്. എത്രയോ വലിയ വലിയ പാറകളാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഗൈസ്, ഈ പാറയുടെ ഭാഗത്ത് തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു കിളിവാതിൽ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു ശിവൻ്റെ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഭാഗത്ത് ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്. പിന്നെ ഈ ഒരു കോട്ടയിലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കോട്ടയുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഗൈസ് നമുക്ക് കാണാൻ കഴിയും. കോട്ടയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ജലസംഭരണി കൂടെ ഉണ്ട്. പിന്നെ അതിനുശേഷം, അതായത് 3 സെക്ഷനായിട്ടാണ് ഇത് കിടക്കുന്നത്. റോട്ടിൽ തന്നെ നമുക്ക് ഇതിനൊരു കവാടമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ പാറയോട് ചേർന്നിട്ട് നമുക്കൊരു കവാടം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് പിന്നെ ഒരു കവാടം ചേർന്നിട്ട് വേണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിപ്പെടാൻ. ഗൈസ്, ഇവിടെ വരുമ്പോൾ വളരെ നല്ല അടിപൊളിയുള്ള നാച്ചുറലുള്ള കാറ്റ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഒരു പീരങ്കി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു പീരങ്കി കണ്ടായിരുന്നു. അത് ചെറുതാണ്, പക്ഷേ ഇത് വളരെ വലിയൊരു പീരങ്കിയാണ് ഗൈസ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഏകദേശം എല്ലാ ഏരിയകളും കവറാവും. അപ്പോൾ അന്നത്തെ കാലത്ത് മേ ബി ആളുകളെല്ലാം, അതായത് ശത്രുക്കളെല്ലാം കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് വീഴ്ത്താനായിരിക്കും ഈ ഒരു പീരങ്കി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു 500-600ഓളം വർഷം പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക്. അപ്പോൾ ഇപ്പോഴും തന്നെ ഗൈസ് വളരെ അടിപൊളിയായിട്ട് തന്നെ ഇതൊരു സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ദക്ഷിണേന്ത്യത്തിലെ പുരാതനമായ സൈനിക വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഒരു കോട്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് 2 അമ്പലമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളതിൻ്റെ പാറ തുറന്നിട്ടുള്ളത് ശിവൻ്റെ അമ്പലവും അതുപോലെ തന്നെ ഈ പുറത്ത് കാണുന്നത് ഒരു വിഷ്ണുവിൻ്റെ അമ്പലം കൂടിയുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്.